പ്രൊഫസറെ, നമുക്ക് മീരയുടെ ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. മുമ്പൊരിക്കൽ മീര ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു അല്ലേ? അതെ. ആ വിവരം പ്രൊഫസർ മീരയുടെ വീട്ടുകാരെ അറിയിക്കാതെ മൂടിവെച്ചു. എന്താ കാര്യം? വീട്ടുകാരറിഞ്ഞാൽ അവര് പേടിക്കുമെന്ന് കരുതിയിട്ടാ. ഹാ, അന്ന് മീര മരിച്ചിരുന്നുവെങ്കിൽ അതും വീട്ടുകാരെ അറിയിക്കില്ലായിരുന്നു അല്ലേ? മാഡം, അന്നത്തെ മീരയുടെ ആത്മഹത്യാ ശ്രമം യഥാർത്ഥത്തിൽ ഒരു കൊലപാതക ശ്രമമായിരുന്നില്ലേ? അല്ലേ? തുറന്നു പറയൂ. സത്യം പറഞ്ഞ തെറ്റിന് മാത്രമേ ശിക്ഷ കിട്ടൂ. കള്ളം പറഞ്ഞ തെറ്റിന് കിട്ടുന്ന ശിക്ഷ കൂടാതെ കള്ളം പറഞ്ഞതിനും കിട്ടും ശിക്ഷ. സത്യത്തിൽ അത് ആത്മഹത്യാ ശ്രമം തന്നെയായിരുന്നു. ഗിരീഷ് എന്ന ചെറുപ്പക്കാരൻ ചോരയൊലിപ്പിച്ച് കിടന്ന മീരയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എനിക്കൊരു പങ്കുമില്ല മാഡം. ആ ചെറുപ്പക്കാരൻ നിങ്ങളുടെ മകളെ രജനിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ? അങ്ങനെയൊന്നും ഉറപ്പിച്ചിട്ടില്ല. ആ, എന്നിട്ട് അന്നത്തെ ഫംഗ്ഷനിൽ വേദി വെച്ച് പറഞ്ഞത് കള്ളമായിരിക്കും. അത് വിട്ടേക്ക്. പ്രൊഫസർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിശ്വസിച്ചു. മീര ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. എന്തിനാണ് മീര ആത്മഹത്യക്ക് ശ്രമിച്ചത്? നീ ഇഷ്ടപ്പെട്ട ഒരാളുണ്ടെന്ന് മുൻപ് നീ എന്നോട് പറഞ്ഞിരുന്നു. അയാളെ വിവാഹം കഴിക്കാൻ നന്ദനുമായുള്ള വിവാഹം വേണ്ടെന്ന് വെക്കുകയാണെന്നും പറഞ്ഞു. അവന്റെ പേര് പോലും എനിക്കറിയില്ല. അവൻ എന്നെ ചതിക്കായിരുന്നു. എനിക്ക് വാക്ക് തന്നു, ഒരുപാട് പ്രതീക്ഷകൾ തന്നു. എന്നിട്ട് അവൻ മറ്റൊരു പെണ്ണായിട്ട് കഴിയായിരുന്നു. മാഡം, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അത് മീരയ്ക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയം ഫെയിലായി. അങ്ങനെ ഈ കേസിലെ നിർണായക പോയിന്റിൽ നമ്മൾ എത്തിച്ചേർന്നു. മീരയ്ക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു. മറ്റാർക്കും അറിയാത്തൊരു പ്രണയം അല്ലേ? ആരാണ് കാമുകനെന്നറിയോ? ഇല്ല, അറിയില്ല. അത് വെറുതെ. മീരയുടെ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരേ ഒരാൾ പ്രഭാവതി മാഡം അല്ലേ? പിന്നെ ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ? ഇല്ല, അറിയില്ലായിരുന്നു. സത്യമായിട്ടും അറിയില്ലായിരുന്നു. എനിക്കൊന്നും അറിയില്ല മാഡം. ദയവേതും എന്നത് പറഞ്ഞുവിട്. എനിക്ക് ടെൻഷൻ കയറിയാൽ അറ്റാക്ക് വരും. കൊന്നവർക്ക് മരിക്കാൻ പേടിയോ? നോ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. അപ്പൊ മീരെ കൊന്നത് ആരാ? എന്തൊക്കെ മാഡം നിങ്ങൾ ഈ ചോദിക്കുന്നത്? ഒരു തരിമ്പ് പോലും ദയയില്ലേ നിങ്ങൾക്ക്? അത് ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ഒട്ടും ദയയില്ലായിരുന്നോ നിങ്ങൾക്ക്? നന്ദൻ ദേവിയെ കല്യാണം കഴിച്ച കാര്യം മീരയോട് പറയാതിരുന്നത് എന്താണ്? മീര എന്റെ മരുമകളായി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അവസാനം മീര അറിഞ്ഞു നന്ദനും ദേവിയും വിവാഹിതരാണെന്ന്. അതറിഞ്ഞപ്പോ മീര പഴയ കാമുകനെ അന്വേഷിച്ചു പോയി. ആ വൈരാഗ്യത്തിൽ നിങ്ങൾ അവളെ കൊന്നു.